നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വാക്കിലായാലും എഴുത്തിലായാലും പ്രവൃത്തിയിലായാലും ഏറ്റവും കൂടുതൽ രസമുള്ള സംഭവമാണ് പ്രണയം. പക്ഷേ ജീവിതത്തിൽ അത് കുറച്ച് പ്രയാസമേറിയ കാര്യമാണ്. പ്രണയിക്കുന്നത് പോലെയല്ല ഒരുമിച്ച് ജീവിക്കുന്നത്. കാരണം ജീവിതത്തിൽ അഭിനയിച്ചുകൊണ്ട് അധികം നാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. ജീവിതത്തിന്റെ താളം, പ്രണയം ഒക്കെ കൈവിട്ട് പോയ ശേഷം രണ്ട് വിവാഹം കഴിച്ച് രണ്ടും വേർപിരിയലിൽ കലാശിച്ച ജീവിതത്തിലെ ദുരിതപർവം, വൈകാരിക ഇടങ്ങളെ ഓരോ മനുഷ്യനും എങ്ങനെ തുലനം ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന നടി ശാർമിളയുടെ താളം തെറ്റിയ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വേർപിരിയലുകളിൽ കലാശിച്ച ഒരു ബന്ധത്തിന്റെ ശരിതെറ്റുകളെ കുറിച്ച് പറയുന്നത് ന്യായമല്ലെന്നറിയാം. എന്നാൽ ചാർമിള തന്നെ പലകുറി ചാനലുകളിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. ഒത്തിരി സ്വപ്നങ്ങളോടെയും മോഹങ്ങളോടെയും തമിഴ്നാട്ടിൽ നിന്നും മലയാള സിനിമയിലേക്ക് പറന്നിറങ്ങിയ ഒരു സുന്ദര ശലഭമായിരുന്നു ചാർമിള എന്ന നടി. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കുന്ന നീലക്കുരുവികളെ എന്ന് പാടിയെത്തിയ ആ പാവാടക്കാരി, വിടർന്ന ശോഭയാർന്ന കണ്ണുകൾ, പ്രകാശം പടർത്തുന്ന പുഞ്ചിരി, കുട്ടിത്തം നിറഞ്ഞ പ്രകൃതമുള്ള, ധനത്തിലും കാബൂളി വാലായിലും കേളിയിലും മലയാളികൾക്ക് മറക്കാനാവാത്ത സുന്ദര ഗാനങ്ങളിലൂടെ ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്ന മുഖശ്രീ, അതത്രേ ചാർമിള എന്ന നടി. മലയാള സിനിമയ്ക്ക് ഒരുപിടി നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച അവർക്ക് മലയാള സിനിമാ ലോകം തിരിച്ച് സമ്മാനിച്ചത് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും വേദന നിറഞ്ഞതുമായ അനുഭവങ്ങൾ മാത്രമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അവർ തമിഴിലെ സൺ TV ഉൾപ്പെടെയുള്ള നിരവധി ചാനലുകൾക്ക് കൊടുത്ത അഭിമുഖം കണ്ടാൽ മലയാളികളായ നാം ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരും. പയ്യന്മാരായ 3 നിർമ്മാതാക്കൾ ചേർന്ന് ഒരു സിനിമ എടുക്കുന്നു. അവർ 3 പേരും ചാർമിളയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുന്നു. ഷൂട്ടിംഗ് തുടങ്ങി 3-ാം നാൾ അവർ ആവശ്യപ്പെടുന്നു, ഞങ്ങൾ 3 പേരിൽ ഒരാളുടെ കൂടെ ചേച്ചി സഹകരിക്കണമെന്ന്. അതാരെ വേണമെന്ന് ചേച്ചിക്ക് തന്നെ തീരുമാനിക്കാം, പണം ഒരു പ്രശ്നമേ അല്ല. അവർ പറയുന്നു, ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച പയ്യന്റെ ഭാര്യയെ ഞാൻ കണ്ടിരുന്നു. തമിഴ് നടി സ്നേഹയെ പോലെ അതിസുന്ദരി, അതേ രൂപം. ഞാൻ അയാളോട് ചോദിച്ചു, ഇത്രയും സുന്ദരിയായ ഭാര്യയുള്ള നിങ്ങളാണോ ചേച്ചിയുടെ പ്രായമുള്ള എന്നോട് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ അവൻ ചോദിക്കുന്നു, ആപ്പിൾ തോട്ടമുള്ളവൻ മുന്തിരിങ്ങായും ഓറഞ്ചും ഒന്നും കഴിക്കേണ്ടെന്നാണോ ചേച്ചി പറയുന്നത്? ഒടുവിൽ അഭിനയിച്ച പണം പോലും വാങ്ങാതെ അവിടെ നിന്ന് പോരേണ്ടി വന്ന കഥ അവർ ചാനലിലൂടെ വിവരിക്കുന്നുണ്ട്. കാലം മാറിപ്പോച്ച് എന്ന തമിഴ് സിനിമയുടെ മലയാളം റീമേക്ക് പൊള്ളാച്ചിയിൽ വെച്ച് നടക്കുമ്പോൾ അവർ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പുറപ്പെടാൻ നേരത്ത് പ്രൊഡക്ഷൻ മാനേജർ പറയുന്നു, നിർമ്മാതാവിനോട് യാത്ര പറഞ്ഞിട്ട് പോകാൻ. അവരുടെ 2 അസിസ്റ്റന്റ് സ്ത്രീകളുമായി നിർമ്മാതാവിന്റെ റൂമിലേക്ക് ചെല്ലുന്നു. സമയം 7:30. അവർ മുറിയിലേക്ക് ചെല്ലുമ്പോൾ 8 പേർ നിരവധി മദ്യക്കുപ്പികൾ കാലിയാക്കിക്കൊണ്ടിരിക്കുന്നു. അറിയാതെ റൂമിലേക്ക് കടന്നു ചെന്ന ഇവരെ പലരും പെട്ടെന്ന് കടന്നു പിടിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന മേക്കപ്പ് അക്കായുടെ സാരി വലിച്ചഴിച്ചു. ശാർമിള തന്നെ കടന്നു പിടിച്ച ആളുടെ കയ്യിൽ ശക്തമായി കടിച്ച് പിടിപിടിച്ച് ഇറങ്ങി ഓടി. എന്നാൽ അവർ താമസിച്ച ഹോട്ടലുകാർ പോലും അവരുടെ പരാതി ചെവിക്കൊണ്ടില്ല. പിന്നീട് ഹോട്ടലിന്റെ വെളിയിലുണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികളാണ് അവരുടെ രക്ഷകരായി എത്തിയത്. ശേഷം പോലീസ് വന്ന് എല്ലാവരെയും അറസ്റ്റ് ചെയ്തുവെങ്കിലും പിന്നീട് ആ കേസിനെ കുറിച്ച് ഒരു വിവരവുമില്ല എന്നവർ ചാനലിലൂടെ വിശദമായി വിവരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്, കേൾക്കാവുന്നതുമാണ്. ഇതുപോലെ മലയാള സിനിമയിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്ന നിരവധി ദുരനുഭവങ്ങൾ അവർ തമിഴ് ചാനലിലൂടെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അവർ പറയുന്നത്, തമിഴ് സിനിമയിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടക്കുവാനുള്ള പ്രധാന കാരണം മലയാള സിനിമയിലെ മാന്യമായ വസ്ത്രധാരണമാണ്. തമിഴിലാകുമ്പോൾ ഗ്ലാമർ ഡ്രസ്സുകൾ ധരിക്കേണ്ടി വരും. മലയാളത്തിൽ അതിന് പ്രത്യേക ചിത്രങ്ങളുണ്ട്, ഷക്കീല ചിത്രങ്ങൾ പോലെ. തമിഴ് സിനിമയിൽ ബിക്കിനിയും സ്വിമ്മിംഗ് സൂട്ടുമൊക്കെ നായിക തന്നെ ധരിക്കണം. അതുകൊണ്ടാണ് താൻ മലയാളം തെരഞ്ഞെടുത്തതെന്നും അവർ പറയുന്നു. എന്നാൽ മലയാളത്തിൽ വന്നപ്പെട്ട തനിക്ക് ഒരു ജീവിതം തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നു. 90കളുടെ തുടക്കത്തിലാണ് ആ 19കാരിയുടെ മലയാള സിനിമയിലേക്കുള്ള കടന്നുവരവ്. ധനം,
അങ്കിൾ ബൺ, കാബൂളിവാല, കമ്പോളം, കടൽ, രാജധാനി, അർജുനൻ പിള്ളയും അഞ്ചു മക്കളും തുടങ്ങി ഒരു പിടി ഹിറ്റ് മലയാള ചിത്രങ്ങളിലൂടെ അവർ നമ്മുടെ മനം കവർന്ന നായികയായി. തമിഴകത്തെ ക്രിസ്ത്യൻ കത്തോലിക്ക കുടുംബാംഗമായ വെറ്റിനറി ഡോക്ടർ മനോഹരന്റെയും ഹെയ്സിയുടെയും മകളാണ് നടി ചാർമിള. കടുത്ത ദൈവവിശ്വാസി, ജീവിതത്തിലെ സുഖദുഃഖങ്ങളിൽ പ്രാർത്ഥനയെ മുറുകെ പിടിക്കുന്ന കുടുംബം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും വെച്ച് പുലർത്തുന്നവളായിരുന്നു ചാർമിള. ആ ആത്മാർത്ഥത അവളുടെ ആദ്യ പ്രണയത്തിൽ തന്നെ മുഴുനീളം പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ആ പ്രണയ സാഫല്യത്തിന് വേണ്ടി തന്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിൽ നിന്നും നമുക്കത് വായിച്ചെടുക്കാവുന്നതാണ്. ജീവന് തുല്യം സ്നേഹിച്ച ആളെ നഷ്ടമാകുമെന്ന് തോന്നിയ നിമിഷം ആ പെൺകുട്ടി മറ്റൊന്നും ആലോചിച്ചില്ല. താൻ അഭിനയിച്ച് മനോഹരമാക്കിയ ഒരു സിനിമയിലെ രംഗം പോലെ രണ്ട് കൈകളിലെയും ഞരമ്പുകൾ മുറിച്ചു. അവന് തന്നെ വേണ്ടാത്ത ഈ ലോകത്ത് താൻ ഇനി വേണ്ട എന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് അവർ അഭിനയിച്ച കമ്പോളം എന്ന സിനിമയുടെ സംവിധായകനും അവരുടെ സുഹൃത്തുമായ ബൈജു കൊട്ടാരക്കര ഓർത്തെടുക്കുന്നു. ഒരു ക്രിസ്മസ് ദിനത്തിൽ എറണാകുളത്തുള്ള ഹോട്ടലിൽ ചാർമിളയെ കാണാൻ കേക്കുമായി എത്തുമ്പോൾ കുളിച്ചൊരുങ്ങി അതിസുന്ദരിയായി തന്റെ പ്രിയതമനെയും കാത്തിരിപ്പുണ്ടായിരുന്നു അവർ. കാമുകന് കൊടുക്കാൻ വെച്ചിരുന്ന ക്രിസ്മസ് സമ്മാനങ്ങൾ ബൈജുവിനെ കാണിച്ചു കൊടുക്കുകയുണ്ടായി. വില കൂടിയ ഷർട്ടുകളും ഡസൻ കണക്കിന് ടീഷർട്ടുകളും അതിന് യോജിക്കുന്ന ബ്രാൻഡഡ് ജീൻസുകളും വില കൂടിയ വാച്ചുകളും സ്പ്രേകളും കൂടാതെ വലിയൊരു കേക്കുമായി സന്തോഷവതിയായി തന്റെ പ്രാണേശ്വരനെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവരുടെ പ്രണയത്തിന് ആശംസകൾ അർപ്പിച്ച് ബൈജു മടങ്ങിയെങ്കിലും വൈകുന്നേരം വീണ്ടും വിളി വരുന്നു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു തന്നെ അവൻ ചതിച്ചുവെന്ന്. വീണ്ടും ബൈജു അവളുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച മുറി മുഴുവൻ ചിതറിക്കിടക്കുന്ന പാന്റുകളും ഷർട്ടുകളും കേക്കുകളും. അതിന്റെ നടുവിൽ ഇരുന്നു കൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെ അലമുറയിട്ട് അവൾ കരയുന്നു. ഹൃദയഭേദകമായ ആ കാഴ്ച ബൈജു ഓർത്തു പറയുന്നു. അതോടെ ജീവിതം അവസാനിപ്പിക്കാൻ അവൾ ശ്രമിച്ചുവെങ്കിലും വിധി മറിച്ചായിരുന്നു. അവൾ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. തന്നെ ചതിച്ച് കടന്നു കളഞ്ഞ കാമുകനോട് പരാതിയോ പരിഭവമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അയാളെ അവൾ മോശക്കാരനായിട്ട് എവിടെയും ചിത്രീകരിച്ചിട്ടുമില്ല. കുറെ നാൾ ലിവിംഗ് ടുഗദറിൽ ജീവിച്ച ശേഷം തന്നെ മാത്രം സ്വപ്നം കണ്ട് ജീവിച്ച ആ പെൺകുട്ടിയെ അയാൾ നിഷ്കരുണം തള്ളിപ്പറഞ്ഞു. അവരുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു എന്നതായിരുന്നു അത്. വേദന നിറഞ്ഞ കുറച്ച് നാളുകൾ പിന്നിട്ട ശേഷം അവർ വീണ്ടും മലയാള സിനിമയിലേക്ക് തിരികെ എത്തി. അടിവാരം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് കിഷോർ സത്യ എന്ന അസോസിയേറ്റ് ഡയറക്ടറെ ചാർമിള പരിചയപ്പെടുന്നു. ദുഃഖങ്ങളിൽ അദ്ദേഹം ആശ്വാസം പകർന്നു. എന്റെ അമ്മ മരിച്ചത് ഈയിടെയാണ്, എന്നിട്ടും ഞാൻ അതിനെ അതിജീവിച്ചു. ജീവിതത്തിൽ മുന്നോട്ട് പോയേ പറ്റൂ തുടങ്ങി അഭയമാകുന്ന വാക്കുകൾ. ആ വാക്കുകൾ ചാർമിളയെ കിഷോർ സത്യയിലേക്ക് അടുപ്പിച്ചു. അദ്ദേഹം തന്നെയാണ് വിവാഹം എന്ന ആഗ്രഹം മുന്നോട്ട് വെച്ചതെന്ന് ചാർമിള പറയുന്നു. അങ്ങനെ ഇരുവരുടെയും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ അവർ വിവാഹിതരാകുന്നു. ഒരുപാട് സ്വപ്നങ്ങളോടെയും മോഹങ്ങളോടെയും ആരംഭിച്ച ജീവിതം അവിടെയും അവളെ വിധി തോൽപ്പിക്കുകയാണ് ഉണ്ടായത്. ആ ബന്ധവും അധികനാൾ നീണ്ടു നിന്നില്ല. അവർ എന്നേക്കുമായി പിരിഞ്ഞു. തളർന്നുപോയ അവൾ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിനിടയിലാണ് സഹോദരിയുടെ കൂട്ടുകാരൻ രാജേഷിനെ പരിചയപ്പെടുന്നത്. രാജേഷിന് ചാർമിളയെ വലിയ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം മനസ്സിലാക്കിയ ചാർമിള തന്നെക്കാൾ 7-8 വയസ്സിന് ഇളയതായത് കാരണം ആ ബന്ധത്തിൽ നിന്നും പിന്തിരിയാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ അതിന് തയ്യാറായില്ല. ഒടുവിൽ അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ വിവാഹിതരാകുന്നു. ആ ദാമ്പത്യം അവർ ആഘോഷമാക്കി. അന്ന് വരെ സമ്പാദിച്ച പണം മുഴുവൻ അവർ ആർഭാടത്തിനായി വിനിയോഗിച്ചു. പണമൊക്കെ തീർന്നപ്പോൾ മെല്ലെ മെല്ലെ ദാമ്പത്യത്തിൽ ഉലച്ചിലുണ്ടാകാൻ തുടങ്ങി. ഇതിനിടെ ഏറെ പ്രാർത്ഥനയ്ക്കും ചികിത്സയ്ക്കും ശേഷം അവർക്ക് ഒരു ആൺകുട്ടിയും ജനിച്ചു. അപ്പോഴേക്കും ദാമ്പത്യത്തിന്റെ ഉലച്ചിലുകൾ അതിന്റെ ഉച്ചകോടിയിലെത്തുകയും ചെയ്തു. അങ്ങനെ താൻ സ്വപ്നം കണ്ട ജീവിതത്തിന്റെ 3-ാം ഊഴവും അവസാനിച്ചപ്പോൾ മുകളിൽ ആകാശവും താഴെ ഭൂമിയും, ഒപ്പം നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത തന്റെ മകനും. കുറച്ചു നാളു മുമ്പ് ചാർമിളയെ കുറിച്ചൊരു ലേഖനം വനിതയിൽ വന്നത് ഞാൻ ഓർക്കുകയാണ്. ഓലമേഞ്ഞ ചെറിയ പുരകളും ഓടിട്ട വീടുകളുമുള്ള ഒരു തെരുവ്. ഒരു കാറിന് മാത്രം കടന്നു പോകാവുന്ന റോഡിന്റെ അങ്ങേയറ്റത്തുള്ള 2 നിലയുള്ള ഒരു ഫ്ളാറ്റിന്റെ മുൻപിൽ നിന്നും ആരോ കൈവീശി. അടുത്ത് ചെന്നപ്പോഴേ തിരിച്ചറിഞ്ഞുള്ളൂ ചാർമിള. ചീരപ്പൂ
പൂവുകൾ കുമ്മ കൊടുത്തു വന്ന ചിരിയും പനങ്കുല പോലത്തെ മുടിയും ഒന്നും ഇപ്പോഴില്ല. ആ കണ്ണുകളിലെ തിളക്കമൊഴിച്ച് ബാക്കി ഒന്നും. ചിരിയോടെ ചാർമിള വീട്ടിലേക്ക് ക്ഷണിച്ചു. കഷ്ടിച്ച് 2 മുറികളുള്ള ഒരു വീട്, 1-2 പ്ലാസ്റ്റിക് കസാരയുള്ള ഒരു ചെറിയ ഹാളിൽ പ്രവർത്തിക്കാത്ത ഒരു TV ഉള്ളതാണ് ആകെയുള്ള ആർഭാടം. അവർ പറയുന്നു, നടൻ വിശാലും തമിഴ് സിനിമാ സംഘടനയുമാണ് മകന്റെ പഠനം ഏറ്റെടുത്തത്. അതുകൊണ്ട് പഠനം മുടക്കമില്ലാതെ മുന്നോട്ട് നീങ്ങുന്നു. രാജേഷുമായിട്ടുള്ള വിവാഹം അതെന്നെ തകർത്ത് കളഞ്ഞു. അതെന്നെ വിഷാദ രോഗത്തിലേക്ക് തള്ളിവിട്ടു. എന്റെ ശരീരം ക്ഷീണിക്കുവാനും മുടി കൊഴിയുവാനും തുടങ്ങി. ലേഖകൻ അവസാനം പറയുന്നു, ആ ഇന്റർവ്യൂ അവസാനിപ്പിച്ചപ്പോഴേക്കും നമ്മുടെ ഉള്ളിലും വല്ലാത്ത ഒരു നോവ് പടരുന്നുണ്ടെന്ന്. വൈകാരിക ചാബല്യങ്ങൾ കാരണം, സാമ്പത്തിക അച്ചടക്കമില്ലായ്മ കാരണം ബുദ്ധിമുട്ടി ഒറ്റപ്പെട്ടു പോയ ഒരു സുന്ദരി. മലയാള സിനിമാ പ്രവർത്തകർക്കും അവരോടൊരു ഉത്തരവാദിത്തമില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്തായാലും ജീവിക്കണമെന്ന മോഹം, മകൻ, ജീവിതം, ഇതെല്ലാം പ്രചോദനമായി അവരോടൊപ്പമുണ്ട് എന്നുകൂടി പറഞ്ഞ് ആ ലേഖനം അവസാനിപ്പിക്കുന്നു. സ്നേഹം കൊണ്ട് മുറിവേറ്റ് പോയ അവർക്ക് സ്നേഹപൂർവമായ ഒരു ജീവിതം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും മനോഹരമായ കണ്ണുകളായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കണ്ണുനീരൊഴുക്കിയിട്ടുള്ളത്. ഏറ്റവും ആർദ്രമായ ഹൃദയമുള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ വേദനയും അനുഭവിച്ചിട്ടുള്ളത്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.